കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ തലമുറയിൽ ദൈവഹിതം നിവർത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിച്ചു വരുന്ന ബരാക്ക ഇൻ്റർനാഷണൽ മിനിസ്ട്രീസിൻ്റെ ദി വേർഡ് ഓഫ് ട്രൂത്ത് എന്ന വേദ പഠന പരമ്പരയിലേക്ക് നിങ്ങളെ ഏവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ നാളുകളിൽ ഈ പ്രവർത്തന മുഖാന്തരം അനേകരുടെ ആത്മീയ ജീവിതത്തിന് ഉന്നമനം ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് ഞങ്ങൾ മനസ്സിലാക്കുന്ന ഒരു വസ്തുതയാണ്. അനേകരുടെ പ്രാർത്ഥനാ വിഷയങ്ങളിൽ നിന്ന് പ്രാർത്ഥിപ്പാനും അനേകരുടെ ആത്മീയമായിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞു കൊടുക്കുവാനും അത് അവരുടെ ആത്മീയ ജീവിതത്തിന് വളർച്ചയ്ക്ക് നിദാനമായി തീർന്നു എന്നുള്ളതും ഞങ്ങൾ മനസ്സിലാക്കുന്നു. തുടർന്നും ഈ പ്രവർത്തനം ദൈവഹിത പ്രകാരം മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾ കർത്താവിൽ ശരണപ്പെടുന്നു. കഴിഞ്ഞ നാളുകൾ ഈ പ്രവർത്തനത്തെ ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും ഞങ്ങൾ നന്ദി പറയുന്നു. ഇന്നും നമുക്ക് വേദ പഠനത്തിലേക്ക് ശ്രദ്ധ തിരിക്കാം. കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ബരാക്ക ഇൻ്റർനാഷണൽ മിനിസ്ട്രീസിൻ്റെ വേർഡ് ഓഫ് ട്രൂത്ത് പ്രോഗ്രാമിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. കർത്താവ് യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നമ്മൾ ഈ കഴിഞ്ഞ ദിവസം ഇതുവരെ പഠിച്ച ഉപദേശ രൂപങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ചോദ്യോത്തര പരിപാടിയാണ് ചെയ്തത്. അത് ഒരു എപ്പിസോഡ് കൂടെ ഇന്നുകൂടെ നമ്മൾ അതുപോലെ ചോദ്യോത്തര പരിപാടികൾ കണ്ടിന്യൂ ചെയ്യുകയാണ്. നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിന് ആവശ്യമായ റിസോഴ്സസ് ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് നൽകുന്നുണ്ട്. എന്നാൽ പിന്നെയും നമുക്ക് പല കാര്യങ്ങളിൽ സംശയങ്ങൾ, അവ്യക്തതകളുണ്ടെങ്കിൽ അത് മാറുന്നതിന് വേണ്ടിയാണ് ഇങ്ങനൊരു സെഷൻ നമ്മൾ ചെയ്യുന്നത്. ഇന്നും ചോദ്യങ്ങൾ ചോദിക്കുന്നത് ജിജോ ജോയ് ബ്രദറാണ്. അദ്ദേഹം തൊടുപുഴയിൽ കർത്താവിൻ്റെ വേല ചെയ്യുന്നു. നമുക്ക് ശ്രദ്ധിക്കാം. ഈ അന്ത്യകാലത്ത് ഒരു സഭ കണ്ടെത്തുക എന്ന് പറയുന്നത് വളരെ ഒരു പ്രയാസമുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ യേശുക്രിസ്തുവിനെ ഉയർത്താത്ത, മനുഷ്യന് മഹത്വം കൊടുക്കുന്ന സഭകളാണ് മജോറിറ്റി കണ്ടുവരുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു സഭയിൽ നമുക്ക് തുടരുന്നത് കൊണ്ട് അർത്ഥമുണ്ടോ? അവിടുന്ന് നമുക്ക് പുറത്തേക്ക് പോയാൽ നമ്മുടെ ആത്മീയ ജീവിതത്തിന് എന്തെങ്കിലും സംഭവിക്കുമോ? ഒരു വിശ്വാസിയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് സഭ ഉണ്ടാവുക എന്നുള്ളത്. ഇപ്പോൾ ഒരു കൊച്ചു ജനിക്കുമ്പം അവന് വീടുണ്ടാവണം എന്ന് പറയുന്ന പോലെ തന്നെയാണ്, അല്ലെങ്കിൽ കുടുംബം ഉണ്ടാകണം എന്ന് പറയുന്ന പോലെ തന്നെയാണ് ഒരു വിശ്വാസി ദൈവരാജ്യത്തിൽ ജനിക്കുമ്പോൾ ആ വിശ്വാസിക്ക് ഒരു ഭവനം, ഒരു കൂട്ടായ്മ, ഒരു കൂട്ട് സഹോദരങ്ങൾ ഉണ്ടാവുക എന്നുള്ളത്. പക്ഷേ ഇന്ന് സഭകൾ അനേകം ആൾക്കാരെ തകർത്ത് കളയുന്നുണ്ട്. വിശ്വാസ ജീവിതത്തിലേക്ക് വളരാൻ പറ്റാതെ, യേശുക്രിസ്തുവിനെക്കുറിച്ച് പ്രസംഗിക്കാതെ. അപ്പോൾ യേശുക്രിസ്തു ഒരു സഭയുടെ സെൻട്രൽ പോയിൻ്റ് അല്ല എങ്കിൽ, അതായത് സഭയുടെ പ്രസംഗത്തിൻ്റെ, ആരാധനയുടെ, ജീവിത രീതികളുടെ എല്ലാം കേന്ദ്രമായി തലയായി ക്രിസ്തു വരുന്നില്ലെങ്കിൽ അത് ക്രിസ്തുവിൻ്റെ ശരീരമല്ല. അപ്പോൾ അങ്ങനെയുള്ള സഭകളിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് പല സഭകളിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ ഒരേ ഒരു വിഷയം മനുഷ്യരുടെ വിഷയങ്ങളാണ് അവരുടെ വിഷയം, ദൈവമല്ല. എനിക്ക് രോഗമാണ്, മാറണം, പിള്ളേർ ഗതി പിടിക്കണം, ഇതെല്ലാം നമ്മുടെ വിഷയങ്ങളാണ്. അപ്പം നമ്മുടെ വിഷയങ്ങളെന്ന് പറയുന്നത് ആണ് ഒരു സഭയുടെ പ്രധാന ത്രസ്റ്റെങ്കിൽ അത് ക്രിസ്തുവിൻ്റെ സഭയല്ല. ഏറ്റവും വേദനിപ്പിക്കുകയും ഭയപ്പെടുത്തുകയും ചെയ്യുന്നൊരു വാക്യം ബൈബിളിൽ ഞാൻ കണ്ടത്, യേശുക്രിസ്തു പത്രോസിനോട് പറയാണ്, സാത്താനെ എന്നെ വിട്ടുപോ, നീ എനിക്ക് ഇടർച്ചയാകുന്നു, നീ ദൈവത്തിനുള്ളതല്ല മനുഷ്യർക്കുള്ളത് അത്രേ കരുതുന്നത്. അപ്പോൾ ദൈവ സെൻട്രൽ പോയിന്റിൽ വരാതെ മനുഷ്യർക്ക് കരുതുന്ന, മനുഷ്യരുടെ താൽക്കാലികമായ ആവശ്യങ്ങൾ, ഉപജീവന ആവശ്യങ്ങൾക്ക് വേണ്ടി കരുതി പ്രാർത്ഥനയും ഉപവാസമായിട്ടിരിക്കുന്ന സഭകൾ. ഇപ്പോൾ സഭകളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഉപവാസ പ്രാർത്ഥനയുടെ സമയത്ത് അവർ പ്രാർത്ഥന ലക്ഷ്യം കരുത് എല്ലാം മനുഷ്യരുടെ കാര്യങ്ങളാണ്. അല്ലെങ്കിൽ ഞായറാഴ്ച കൂടുമ്പോൾ വരെ ഇവർ പ്രാർത്ഥിക്കുന്ന എല്ലാ വിഷയങ്ങൾ എല്ലാം മനുഷ്യരുടെ വിഷയങ്ങളാണ്. അപ്പോൾ ഞാനിത് പറയുമ്പോൾ ആൾക്കാർ ചോദിക്കുന്നത് മനുഷ്യർക്ക് വിഷയങ്ങളുണ്ടല്ലോ, പ്രാർത്ഥിക്കേണ്ടതെന്ന് അവർ ചോദിക്കും. ശരിയാണ്. പക്ഷേ ദൈവത്തെ ആരാധിക്കുന്നതിന് ഒരു സമയമാണല്ലോ നമുക്ക്. നമ്മുടെ മതം മുഴുവൻ, വിശ്വാസം മുഴുവൻ ഈ വിഷയങ്ങളിലോട്ട് പോയി കഴിഞ്ഞാൽ, ഉപജീവന ചിന്തകളിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ തന്നെ ആങ്സൈറ്റി വർദ്ധിക്കുകയും നമ്മുടെ ആങ്സൈറ്റിക്ക് മറുപടി കണ്ടെത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുള്ളതല്ലാതെ നമ്മൾ സൃഷ്ടിക്കുകയും വീണ്ടെടുക്കുകയും ചെയ്ത ദൈവത്തെ നമ്മൾ ഓർക്കുക പോലുമില്ല. അങ്ങനെ സഭയിൽ പോയിരിക്കുന്നത് കൊണ്ട് എന്താ പ്രയോജനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രയോജനമില്ലെന്നുള്ളതാണ്. ഉദാഹരണത്തിന് നിങ്ങളൊരു രോഗിയാണ് എന്ന് വിചാരിച്ചോളൂ. ഈ അത്ഭുത പ്രവർത്തകന് ഒന്ന് രോഗസൗഖ്യമാക്കി, രോഗം പോയി. ഇനി നിങ്ങളെ ചർച്ചിൽ പോയി നിങ്ങൾക്ക് എന്ത് കിട്ടാനാണ്? വേറെ 10 പേരുടെ രോഗം പോകുന്ന കാണാം. ഇനി ആ പോയില്ലെങ്കിൽ തന്നെ പോകും ഇന്ന് പോകും എന്ന് പറഞ്ഞ് പ്രസംഗിക്കുന്ന കേൾക്കാം. ഇതല്ലാതെ നിങ്ങൾക്ക് എന്ത് ആത്മീക പ്രയോജനമാണ് ഉണ്ടാകുന്നത്? അപ്പോൾ ക്രിസ്തുവിനെക്കുറിച്ചുള്ള അപ്പോസ്തലിക ഉപദേശം, അതായത് അപ്പോസ്തലന്മാർ പഠിപ്പിച്ച ഉപദേശം പ്രോപ്പറായിട്ട് പഠിപ്പിക്കാത്ത, പ്രോപ്പറായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഒരാൾ പഠിപ്പിക്കുന്നവർ തന്നെ പഠിപ്പിച്ചെന്നുള്ളതല്ല, അപ്പോസ്തലന്മാർ എന്തെഴുതിയോ അത് ആ രീതിയിൽ പഠിപ്പിക്കാത്ത ഒരു സഭയും ക്രിസ്തു എന്ന അടിസ്ഥാനത്തിൽ വരികയില്ല.
കൊരിന്ത് സഭയിൽ ഒത്തിരി പ്രോബ്ലങ്ങളുണ്ടായിരുന്നു. കൊരിന്ത് സഭയിൽ പൗലോസിൻ്റെ ആൾ, അപ്പല്ലോസിൻ്റെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ പൗലോസ് പറയുന്നൊരു കാര്യമുണ്ട് 3-ാമത്തെ അധ്യായത്തിൽ, ഞാൻ ജ്ഞാനമുള്ളൊരു പ്രധാന ശില്പിയായി അടിസ്ഥാനമിട്ടിരിക്കുന്നു. എന്നിട്ട് പറയാണ്, ക്രിസ്തു എന്ന അടിസ്ഥാനം വീണ് കഴിഞ്ഞാൽ പിന്നെ അതിനും മുകളിൽ വേറൊരു അടിസ്ഥാനം ഇടാൻ ആരെ കൊണ്ടും പറ്റിയല്ല. അപ്പോൾ യേശുക്രിസ്തു എന്ന അടിസ്ഥാനം ഒരു സഭയിൽ വീഴാതെ അതിനെ സഭയെന്ന് വിളിക്കാനോ സഭയെ ഇൻഡിപെൻഡൻ്റായിട്ട് വരാനോ പറ്റത്തില്ല. പക്ഷെ എത്ര വർഷം കഴിഞ്ഞാലും യേശു എന്ന അടിസ്ഥാനത്തിലേക്ക്, ക്രിസ്തു എന്ന അടിസ്ഥാനത്തിലേക്ക് ഇന്നത്തെ സഭകൾ വരുന്നില്ല. കാരണം അവർ ക്രിസ്തുവിൻ്റെ രാജ്യമല്ല, മനുഷ്യരുടെ രാജ്യമാണ് അന്വേഷിക്കുന്നത്. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? നിങ്ങൾ ദൈവത്തിനുള്ളതല്ല മനുഷ്യർക്കുള്ളത്ര കരുതുന്നു എന്നുള്ള ദൈവത്തിൻ്റെ ശബ്ദം ഇന്നത്തെ സഭകളിലേക്കാണ് വരുന്നത്. അവിടെ എൻ്റെ അപകടം. അപ്പോൾ ഇങ്ങനൊരു സഭയിൽ പോയി ഇരുന്നിട്ട് എന്ത് കാര്യം എന്ന് വെച്ചാൽ ഒരു കാര്യമില്ല. അപ്പോൾ ആൾക്കാർ പറഞ്ഞു, ഞങ്ങൾക്ക് വേറെ സഭ ഇവിടെ ഇല്ല പാസ്റ്ററെ, അതുകൊണ്ടാണ്. ഇല്ല ബ്രദറെ, ഞങ്ങൾ എന്ത് ചെയ്യും, എങ്ങോട്ട് പോകും? അപ്പോൾ പോയില്ലെങ്കിലും പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഇല്ലെന്നാണ് എൻ്റെ. പോയാലും പോയില്ലെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റമൊന്നും ഉണ്ടാകാൻ പോകുന്നു. ചിലപ്പോൾ അവിടെ പോയിരുന്ന ചിലപ്പം ഏതെങ്കിലും പ്രവാചകൻ വന്ന് നിങ്ങളെ മോഹിപ്പിച്ച് നിങ്ങളൊരു അത്യാഗ്രഹിയായി പോകാം. ചിലപ്പം നിങ്ങൾക്കൊരു പ്രൊമോഷൻ ഉടനെ കിട്ടുമെന്ന് പറയുമ്പം ഓഫീസിൽ ഇരിക്കുമ്പം നിങ്ങളെക്കാൾ നല്ലൊരു പെർഫോം ചെയ്യുന്നവരോട് നിങ്ങൾക്ക് അസൂയ ഉണ്ടാക്കാം. കാരണം ചിലപ്പോൾ അവർ നിങ്ങളുടെ മുമ്പിൽ കയറാം. അപ്പോൾ ഇങ്ങനെയുള്ള മോഹങ്ങൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കാൻ ഈ സഭകൾ ഉപകരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവിടെ ക്രിസ്തു ഇല്ലെങ്കിൽ ആ സഭയിൽ പോകണമെന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയുന്ന ഇത്രയേ ഉള്ളൂ, നിങ്ങൾ ലയൺസ് ക്ലബ്ബിലോ റോട്ടറി ക്ലബ്ബിലോ പോകണോ വേണ്ടോ എന്നുള്ളത് നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ്. പോയതുകൊണ്ട് അതിൻ്റെ ആത്മീയവർദ്ധനയുമില്ല, നഷ്ടങ്ങളുണ്ട് തന്നെ. അപ്പോൾ കർത്താവിൻ്റെ സഭ എല്ലാ ദേശത്തും ഉണ്ടാകുന്നവരെ നിങ്ങളാണ് ആ ദേശത്തെ മിഷണറി. നിങ്ങൾ ആൾക്കാർക്ക് വേണ്ടി കാത്തിരിക്കണം, ഉപദേശം പറഞ്ഞ് അനേകരെ രക്ഷിക്കണം, വിടുവിക്കണം. അതല്ലാതെ വീണ്ടും വീണ്ടും ഈ വിടുതൽ വിഷയങ്ങളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സഭയിൽ നിങ്ങൾ പോയിട്ട് കാര്യമൊന്നുമില്ല. അതുകൊണ്ട് വേറെ സഭയിലോട്ട് പോകാൻ പറ്റുമെങ്കിൽ, യേശുക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിക്കാൻ ഉള്ള ഒരു സഭയിലോട്ട് പോകാൻ പറ്റുമെങ്കിൽ പോകാമെന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഇപ്പോൾ നമ്മുടെ സഭയിൽ തന്നെ നമ്മുടെ സഭയിൽ തന്നെ കർത്താവിനെക്കുറിച്ചാണ് മെയിൻ ഫോക്കസ്, എല്ലാത്തിൻ്റെ ഫോക്കസ്. പക്ഷേ 10 വർഷം കഴിയുമ്പോൾ എങ്ങനെയായിരിക്കും നമുക്കറിയില്ല. അപ്പോൾ ഇപ്പോഴേ ഞാൻ പറയുന്നൊരു കാര്യം, 10 വർഷം കഴിയുമ്പോൾ ഇത് മാറിയാൽ, അല്ലെങ്കിൽ ഞങ്ങളുടെ കാലശേഷം ഇത് മാറിയാൽ, നിങ്ങൾ ധൈര്യമായിട്ട് ഇത് ഇട്ടിട്ട് പൊക്കോണം. കാരണം വളരെ ചുരുങ്ങിയ കാലമാണ് ഇവിടെ നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ കാലഘട്ടത്തിൽ യേശുക്രിസ്തുവിനെ ഉയർത്തുക എന്നുള്ളതല്ലാതെ നമുക്ക് ഒരു അജണ്ടയില്ല. അപ്പോൾ നമുക്ക് വീട്ടുകാരുടെയും കൂട്ടുകാരുടെയും കൂടി ഇരിക്കാൻ വേണ്ടിയാണ് നേരത്തെ ഓർത്തഡോക്സ് തന്നെ ഇരുന്നാൽ മതിയായിരുന്നു. അപ്പോൾ നിങ്ങൾ ചോദിക്കുന്നത് ഇറങ്ങിപ്പോകുന്നത് ശരിയാണോ? ശരിക്കും ശരിയല്ല. നിവൃത്തി കൊണ്ട് ഇറങ്ങുകയും ചെയ്യരുത്. പക്ഷേ അവിടെ നമ്മൾ ഈ ഉപദേശം സ്ഥാപിക്കാൻ പറ്റണം. അതല്ലെങ്കിൽ പാസ്റ്ററോട് പറയണം, പാസ്റ്ററെ നിങ്ങൾ യേശുക്രിസ്തുവിനെക്കുറിച്ച് സംസാരിക്കുക, പുതിയ നിയമത്തിൽ ഉള്ള ലേഖനങ്ങൾ ഞങ്ങൾക്ക് പഠിപ്പിക്കുക. അതായത് ഞങ്ങൾക്ക് 100,000 പ്രസംഗങ്ങൾ കേൾക്കാൻ താല്പര്യമില്ല. ഞങ്ങൾക്ക് ക്രിസ്തുവിനെ പ്രസാദിപ്പിക്കുന്നൊരു ജീവിതം വേണം. നിങ്ങൾ പാസ്റ്ററെ തടഞ്ഞു നിർത്ത്, ചോദിക്കുക, എന്താ ക്രിസ്തുവിനെക്കുറിച്ച് പ്രസംഗിക്കാത്തത്? നമ്മുടെ സഭയിൽ ക്രിസ്തു എവിടെ? ചോദിക്കുക. ക്രിസ്തു എന്ന പേര് കേട്ട് ബോറടിച്ച ക്രിസ്ത്യാനികൾ വരെ ഉണ്ട്. അവർക്ക് യേശു ക്രിസ്തുവിനെ കുറിച്ച് കേൾക്കുമ്പോൾ ഭയങ്കര പേടിയാണ്, വിഷമം, ഒരു ഇൻട്രസ്റ്റിംഗ് അല്ല. രണ്ടു ചോദിച്ചിട്ടുണ്ട് ആൾക്കാർ, യേശു ക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ എന്താ ഇത്ര ഇരിക്കുന്നത്? ഞാൻ പറഞ്ഞു, പിതാവിൻ്റെ പ്രസാദം തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. നമുക്കില്ലാതിരുന്ന അതാണ്, പിതാവിൻ്റെ പ്രസാദമില്ല. യേശുക്രിസ്തു മൂലമാണ് നമുക്ക് സമാധാനം കിട്ടിയത്. അപ്പോൾ യേശുക്രിസ്തുവിന് എപ്പോഴും പിതാവിൻ്റെ പ്രസാദം ഉണ്ടായിരുന്നു. അതാണ് ഏറ്റവും വലിയ ബ്ലെസ്സിങ് എന്ന് പറയും. അപ്പോൾ നമ്മൾ ജീവിക്കുന്ന ലൈഫിൽ ക്രിസ്തുവിനെ നമുക്ക് ലഭിക്കുന്നില്ലെങ്കിൽ നമ്മൾ എവിടെ പോയിരുന്നിട്ടും യാതൊരു കാര്യമില്ല. അതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. പക്ഷെ ഒരു കാര്യം കൊണ്ട് ഇതിൻ്റെ കൂടെ ചേർത്ത് പറയാനുണ്ട്. നിവൃത്തി ഉണ്ടെങ്കിൽ ഒരു സഭയിൽ നിന്ന് ഇറങ്ങരുത്, അവരെ നന്നാക്കണം. നിങ്ങൾ പ്രബോധനത്തിന് എഴുന്നേറ്റ് നിന്ന് പറയണം, ആരെയും കുറ്റം പറയരുത്, യേശു ക്രിസ്തുവിനെക്കുറിച്ച് പറയണം. പുതിയ നിയമത്തിൻ്റെ അടുത്ത് പ്രഘോഷിക്കണം, സുവിശേഷം പറയണം. പഴയ നിയമം വായിക്കുമ്പോഴും ക്രിസ്തു എന്ന നിഴൽ അവിടെ കാണിച്ചു കൊടുക്കണം. അങ്ങനെ 4-5 പേരൊരു സഭയിൽ ഇറങ്ങിയാൽ ആ സഭ നന്നാവും. അപ്പോൾ ആർക്കും വെളിയിൽ പോകേണ്ടി വരില്ല. പക്ഷെ ഇന്നത്തെ സാഹചര്യത്തിൽ അത് സംഭവിക്കുന്നില്ല. അതുകൊണ്ട് ഇറങ്ങിപ്പോകേണ്ടി വന്നാൽ ഇറങ്ങിപ്പോകണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. അതാണ് എൻ്റെ അഭിപ്രായം. ഇത് പറയുമ്പം പലരും ഇങ്ങനെ പറഞ്ഞു കേൾക്കുന്നു, ഇതൊരു ദുരുപദേശമാണ് സഭയെ പൊളിക്കാനായിട്ടുള്ള, അല്ലെങ്കിൽ വ്യവസ്ഥാപിതമായിട്ടുള്ള ഒരു സിസ്റ്റത്തിനെതിരെ, ആ സിസ്റ്റത്തിനെതിരെയുള്ള ഒരു സംസാരമാണ് ഇതെന്ന് പറഞ്ഞു കേൾക്കാറുണ്ട്. ഇത് ഈ സത്യം നമ്മൾ സംസാരിക്കുമ്പോൾ സത്യത്തിൻ്റെ മോഹം അത്ര രസകരമല്ല, രുചികരമല്ല എന്നുള്ളതാണല്ലോ അതിനകത്ത് തെളിയേണ്ടത്. അപ്പോൾ ഇതെങ്ങനെ ദുരുപദേശമായി വരുന്നത് ആളുകൾക്ക്? നമ്മൾ പറയുന്നത് മനസ്സിലാക്കാനാണ്. അതായത് ഒരു സഭയെ മാറണമെന്നോ മാറ്റണമെന്നോ തകർക്കണമെന്നോ നമുക്ക് ആഗ്രഹമില്ല. ഒറ്റ കാര്യമുള്ളൂ, യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുക. നമ്മൾ ക്രിസ്ത്യാനികളാണ്,
കാത്തലിക് ചർച്ച് ചെല്ലുമ്പോൾ അവരുടെ ഉപദേശം തെറ്റാൻ നമുക്കറിയാം. പക്ഷെ അവർ ഞായറാഴ്ച കൂടുമ്പോൾ യേശു ക്രിസ്തുവിനെ കുറിച്ചാണ് പറയുന്നത്. അവർ പാട്ട് തുടങ്ങുന്ന അന്ന് പെസഹ തിരുനാളിൽ കർത്താവരിലെ കൽപ്പന പോലെ തിരുനാമത്തിൽ ചേര ഒരുമയോടെ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞാണ് തുടങ്ങുന്നത്. പക്ഷെ അവർ ചെയ്യുന്ന ബലിയൊന്നും നമുക്ക് വിശ്വാസമില്ല. ഓർത്തഡോക്സുകാർ അങ്ങനെ തന്നെയാണ്. ആ കുർബാനയിൽ ഒത്തിരി പ്രാവശ്യം യേശു ക്രിസ്തുവിനെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. CS ചെന്ന് നോക്കിയാലും അവിടെയും ഉപദേശം കറക്റ്റായിട്ട് പറയുന്നുണ്ട്. പിന്നെയുള്ള കാര്യങ്ങളിൽ നമുക്ക് ഒബ്ജക്ഷനുള്ള ചില കാര്യങ്ങളുണ്ടെങ്കിൽ പോലും ബ്രദറിലും അപ്പം നുറുക്കി കർത്താവിനെ സ്തോത്രം ചെയ്ത് യേശുവിൻ്റെ മരണ പുനരുത്ഥാനങ്ങളെ അനുസ്മരിച്ചുകൊണ്ടാണ് അവർ വർഷിപ്പ് ചെയ്യുന്നത്. യേശുക്രിസ്തുവിനെ കുറിച്ച് അനേകം പരാമർശങ്ങളോട് പറഞ്ഞേ പറ്റൂ. പക്ഷേ പെന്തക്കോസ്തിൽ മാത്രം യേശുക്രിസ്തുവിനെ കുറിച്ച് പറയണമെന്ന് നിർബന്ധമില്ല. പതുക്കെ പതുക്കെ നമ്മൾ സ്വയനീതിയിലേക്കും ഉപജീവന ചിന്തകളിലേക്കും പോയതുകൊണ്ട് നമ്മൾ യേശുക്രിസ്തുവിനെ കുറിച്ച് പരാമർശിക്കുന്നതേ ഇല്ല. നമ്മൾ തുടങ്ങുമ്പം 2 പാട്ട് പാടുന്നു, പ്രാർത്ഥിക്കുന്ന എന്താ? കൃത്യസമയത്ത് ആൾക്കാർ എത്തിച്ചേരാനും ആരാധന അനുഗ്രഹത്തിനും വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുന്നു. പിന്നെ സങ്കീർത്തനം വായിച്ച് ദാവീദിനെ കുറിച്ച് പറയുന്നു. പിന്നെ 2 സാക്ഷ്യങ്ങൾ പറയുന്നു. പിന്നെ ഏതെങ്കിലും ഒരു സ്പെഷ്യലിസ്റ്റ് ഗസ്റ്റ് വന്നിട്ട് സെരുബാബേലിനെ കുറിച്ചോ ആലയമണിയെക്കുറിച്ചോ പ്രസംഗിച്ചിട്ട് പോകുന്നു. എത്ര ദയനീയമായ അവസ്ഥ! യേശു ക്രിസ്തുവിനെ കുറിച്ചൊരു വാക്ക് പറയാൻ പറ്റാത്ത അവസ്ഥ. അപ്പോൾ ചർച്ചുകളിൽ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയണമെന്ന് പറയുന്നതിനകത്ത് എന്താ തെറ്റ്? എന്താണത് ദുരുപദേശം? അത് നിങ്ങൾ IPC തന്നെ മതി, എങ്ങും പോകണ്ട. ഈ ഒരൊറ്റ കാര്യം, പ്രീച്ച് ക്രൈസ്റ്റ് ആൻഡ് ഹിം ക്രൂസിഫൈഡ്, സ്പീക്ക് അബൌട്ട് ഹെവൻ, എറ്റേണിറ്റി. നമ്മൾ ഒരൊറ്റ കാര്യം ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ഇതെല്ലാം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഞാൻ എത്രയോ സഭകളിൽ പോയി സംസാരിക്കുന്നു. എൻ്റെ ആഗ്രഹം ആ സഭകളെല്ലാം ക്രിസ്തുവിനെ നായകനും കർത്താവുമായിട്ട് അംഗീകരിച്ച് അവരുടെ മാനുഷികമായ ചിന്തകളെല്ലാം എടുത്തു കളഞ്ഞിട്ട് ജീവിക്കണമെന്ന് എൻ്റെ ആഗ്രഹം. പക്ഷേ ഞാൻ പ്രസംഗിച്ചിട്ട് ഇങ്ങോട്ട് ഇറങ്ങുമ്പോൾ അടുത്ത ദിവസം വേറെ ഒന്ന് വീണ്ടും വരെ ലോകത്തിലേക്ക് പുള്ളി ചെയ്തുകൊണ്ടു. നമുക്ക് ആകെയുള്ളൊരു ഡിഫറൻസ് എന്ന് പറയുന്നത് കൃപയാൽ കർത്താവ് നമ്മൾ രക്ഷിച്ച രക്ഷ, ആ കൃപയോടെ തന്നെ അനുഭവിക്കുക, ക്രിസ്തു എന്ന തലയോളം വളരുന്ന ശുശ്രൂഷകൾ ഒരു സഭയിൽ ഉണ്ടാവുക, സ്നേഹത്തിൻ്റെ ശുശ്രൂഷകൾ ഉണ്ടാവുക. ഇതിൽ കൂടുതൽ യാതൊരു അജണ്ടയും ഇല്ല. ഐ എം നോട്ട് ടോക്കിംഗ് അബൌട്ട് എ ഡിഫറെൻറ്റ് ഡോക്ട്രിൻ, ഐ എം ടോക്കിംഗ് അബൌട്ട് ക്രൈസ്റ്റ് സെൻട്രിക് ലൈഫ്. അപ്പോൾ ക്രിസ്തു കേന്ദ്രീകൃതമായൊരു ജീവിതം പരസ്പരം ജീവിച്ച് ക്രിസ്തു എന്ന പെർഫെക്ഷനിലേക്ക് പോകാനുള്ളൊരു വിളിയാണ് ഓരോ വിശ്വാസിക്കുള്ളത്. ആ വിളി അവഗണിച്ചിട്ട് നമുക്കൊരിക്കലും ഒരു കാരണവശാലും ക്രിസ്ത്യാനിന്ന് പോലും പറയാൻ പറ്റില്ല. ഇപ്പോൾ കൾട്ടെന്ന് ഇപ്പോൾ എല്ലായിടത്തും ചുമ്മാ എടുത്ത് പ്രയോഗിക്കുന്നുണ്ട്. കൾട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തത്വത്തെക്കുറിച്ചുള്ള ദുരുപദേശം, യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ദുരുപദേശം, യേശുക്രിസ്തു ദൈവമല്ലാന്നോ അങ്ങനെയൊക്കെ പറയുന്ന ദുരുപദേശങ്ങൾ, ഇങ്ങനെ സ്പെസിഫിക്കായിട്ട് ചർച്ച് കൗൺസിലുകൾ ഈ 2000 വർഷമായിട്ട് കണ്ടം ചെയ്തിട്ടുള്ള ഹെറസീസിനെയാണ് നമ്മൾ കൾട്ടെന്ന് പറയുന്നത്. നമ്മുടെ സഭയിൽ കണ്ടം ചെയ്ത ഒരു ഉപദേശവും ഒരിക്കലും പറയാറില്ല. ഞാൻ പറയുന്ന ഏത് ഡിനോമിനേഷൻ ആയാലും പ്രീച്ച് ക്രൈസ്റ്റ്, ബി ക്രൈസ്റ്റ് സെൻട്രിക്. നിങ്ങൾ തന്നെ ചെയ്താൽ മതി. അപ്പോൾ സംശയമില്ലല്ലോ. ഏത് സഭയിൽ വിളിച്ചാലും എത്ര പേരുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ വരാൻ തയ്യാറാണ്. അല്ലെങ്കിൽ ഞങ്ങളുടെ സഹോദരങ്ങൾ ആരെങ്കിലും വരാൻ തയ്യാറാണ്. ക്രിസ്തുവിനെക്കുറിച്ച് മാത്രമേ പറയുള്ളൂ, വേറെ ഒരു ഫോഴ്സും ചെയ്യുന്നില്ല. പക്ഷേ ആദായസൂത്രമാകുന്ന ഒരു ഭക്തി, ഇപ്പം ഞാൻ ജിജോ ബ്രദറിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്, ജിജോ ബ്രദറിന് ഒരു വലിയ സമ്പത്തുണ്ടാകട്ടെ, ഞാൻ മുട്ടിപ്പോയി പ്രാർത്ഥിക്കുകയാണ്. 10 പേർക്ക് പ്രാർത്ഥിക്കുമ്പോൾ 2 പേർക്ക് സമ്പത്തുണ്ടാവും, 2 പേര് ദരിദ്രരായിരിക്കും, ബാക്കിയുള്ളതൊക്കെ ആവറേജ് ആയിട്ടിരിക്കുകയുള്ളൂ. ഈ 2 പേര് ധനവാന്മാരായവർക്ക് എന്നോട് ഭയങ്കര സ്നേഹമായിരിക്കും, കാരണം ഞാനാണത് പ്രവചിച്ചത്. അപ്പോൾ എനിക്ക് അദ്ദേഹം ഒരു സോഴ്സ് ഓഫ് ഇൻകമായി. അങ്ങനെ ജീവിതകാലം മുഴുവൻ പ്രവചിച്ച ആൾക്കാർക്ക് എത്രമാത്രം സോഴ്സ് ഓഫ് ഇൻകം ഉണ്ടായി കാണും. ഇത് ഭയങ്കരമായ ആദായസൂത്രമാണ് ഈ പ്രസംഗം. ക്രൂശിനെക്കുറിച്ച് പ്രസംഗിക്കുമ്പം ചിലപ്പോൾ വണ്ടിക്കൂലി കിട്ടുമായിരിക്കാം, പക്ഷെ അതൊരിക്കലും ആദായസൂത്രമല്ല, കാരണം അതിനകത്ത് ആർക്കും നേട്ടമില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഈ ഉപദേശത്തിലേക്ക് വരണമെന്ന് മാത്രമേ പറയുന്നുള്ളൂ. ട്രഡീഷണൽ ക്രിസ്ത്യാനിറ്റി തന്നെയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഒരു കൽട്ടാശയങ്ങളും നമ്മുടെ വന്നിട്ടുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞാൽ തിരുത്താൻ തയ്യാറാണ്, ബൈബിളുള്ളതാണെങ്കിൽ. ഞാൻ മനസ്സിലാക്കുന്നത് ഈ യേശുക്രിസ്തുവിനെ പ്രസംഗിച്ചാൽ ഒരു പ്രശ്നമുണ്ട്. യേശുക്രിസ്തുവിനെ പ്രസംഗിച്ചാൽ, യേശുക്രിസ്തുവിൻ്റെ ദിവ്യ സ്വഭാവം പ്രസംഗിച്ചാൽ, യഥാർത്ഥ കൃപ പ്രസംഗിച്ചാൽ ഈ സഭകളുടെ ഇന്നത്തെ അജണ്ട നടക്കില്ല. സഭകളുടെ അജണ്ട എന്ന് പറഞ്ഞാൽ, പല സഭകളുടെ അജണ്ട എന്ന് പറയുന്നത് 200 പേര്, 500 പേരുള്ള സഭ, 1000 പേരുള്ള സഭ, 10,000 പേരുള്ള സഭ. സഭയിൽ ആൾ കൂടണമെങ്കിൽ മനുഷ്യൻ്റെ പ്രശ്നം പ്രസംഗിക്കണം. അതായത് എല്ലാവരും സൗഖ്യമാകണം, എല്ലാവർക്കും വിടുതൽ കിട്ടണം, എല്ലാവരും ഉയർച്ച പ്രാപിക്കണം, എല്ലാവർക്കും ജോലി കിട്ടണം, എല്ലാവർക്കും സമ്പത്ത് കിട്ടണം. അപ്പം ഇങ്ങനെ പ്രസംഗിച്ച് തീർച്ചയായിട്ടും ആളുകൾ വിടുവിക്കപ്പെടണം. കർത്താവ് വന്നും ജനത്തോട് മനസ്സലിഞ്ഞു, ആളുകൾ വിടുവിക്കപ്പെടണം ഒക്കെ ആണെങ്കിലും അങ്ങനെ പ്രസംഗിച്ച് തുടങ്ങിയാൽ അതല്ലാതെ പിന്നെ പ്രസംഗിക്കാൻ കഴിയില്ല. മിക്കവാറും സഭകൾ, അത് പ്രസംഗിക്കുന്ന സഭകൾക്ക്, അവർക്ക് പിന്നെ മറ്റൊരു യഥാർത്ഥ അപ്പോസ്തോലിക ഉപദേശം അവർക്ക് പ്രസംഗിക്കാൻ കഴിയില്ല. എല്ലാ ആഴ്ചയിലും ആളുകൾ വരുന്നത് ഇത് പ്രസംഗിക്കാനായിരിക്കും. അതുകൊണ്ട്
ഈ സഭകളുടെ അജണ്ട മാറിപ്പോയതുകൊണ്ടായിരിക്കാം യേശു ക്രിസ്തുവിനെ ഇങ്ങനെ യഥാർത്ഥ ക്രിസ്തുവിനെ ഉയർത്താൻ കഴിയാത്തതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ കാണുന്നത് ക്രിസ്തുവിൽ നിന്ന് മനഃപൂർവ്വമായി ഓടിപ്പോകുന്നൊരു സമൂഹത്തെയാണ്. ക്രിസ്തുവിനെ ഭയപ്പെട്ട് ഓടിപ്പോകുന്നൊരു സമൂഹത്തെ ഞാൻ പലപ്പോഴും കാണുന്നത്. നമ്മുടെ പിള്ളേർ ക്രിസ്തുവിനെ അനുഗമിച്ച് പോയാൽ വലിയ നഷ്ടമായി പോകുമെന്ന് ചിന്തിക്കുന്ന പാസ്റ്റർമാരും വിശ്വാസികളെ ഞാൻ കണ്ടിട്ടുണ്ട്. ക്രിസ്തുവിനെ അനുഗമിക്കുന്ന ഈ ലോകത്ത് നഷ്ടക്കച്ചവടം വിശ്വസിക്കുന്ന ഒത്തിരി പാസ്റ്റേഴ്സ് ഉണ്ട്, വിശ്വാസികളുണ്ട്. ഇറ്റ്സ് എ വെരി ഡേഞ്ചറസ് സിറ്റുവേഷൻ. അതായത് കർത്താവിനെ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ഉപദേശം കൊണ്ടും തള്ളിക്കളഞ്ഞൊരു സമൂഹമാണ്. അതിൽ പ്രധാനികൾ ഈ പെന്തക്കോസിനകത്തുള്ളൊരു കൾട്ടുണ്ട്. പെന്തക്കോസിൽ നല്ലപോലെ കർത്താവിനെ അറിഞ്ഞ് ജീവിക്കുന്ന അനേകം വിശുദ്ധന്മാരുണ്ട്. പക്ഷെ അതുപോലെ തന്നെ അതിനകത്തൊരു കൾട്ടുമുണ്ട്. കൾട്ടെന്ന് പറയുന്നത് പ്രവാചകന്മാരാൽ നടത്തപ്പെടുന്ന, അതായത് കള്ളപ്രവാചകന്മാരാൽ നടത്തപ്പെടുന്ന ഒരു സംഘം ഇതിനകത്തുണ്ട്. ആ സംഘത്തിന് ക്രിസ്തുവിൻ്റെ പരിജ്ഞാനം എന്ന് പറയുന്നത് ഭയങ്കര അസ്വസ്ഥത ഉണ്ടാക്കുന്നൊരു കാര്യമാണ്. ഞാൻ മനസ്സിലാക്കുന്ന ഒരു അന്യാഗ്നി ഇതിനകത്ത് കത്തുന്നുണ്ട്. യേശു ക്രിസ്തുവിന് വിരുദ്ധമായൊരു അന്യാഗ്നി ഇന്ന് ആത്മീയ ലോകത്ത് കത്തുന്നുണ്ടെന്നുള്ളതാണ്. ആ അന്യാഗ്നിയാണ് നമ്മുടെ വേദന. അതിനെയാണ് എതിർക്കുന്നത്. അവർക്ക് നമ്മളോട് വൈരാഗ്യമാണ്. ഞങ്ങളുടെ അന്യാഗ്നി കെടുത്താൻ വന്നിരിക്കുകയാണെന്നാണ് അവരുടെ വിഷമം. അത് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ പ്രസംഗിച്ച് കഴിയുമ്പോൾ, ക്രൂശിനെക്കുറിച്ച് പ്രസംഗിച്ച് കഴിയുമ്പോൾ ആർക്കും ആരാധിക്കണ്ട, ഒരു എക്സ്ട്രസി ഇല്ല. പാട്ട് പാടിയാൽ പോലും ആർക്കും കൈ വീശി അടിക്കാൻ പറ്റുന്നില്ല, തളർന്നു പോവാണ്. അപ്പം നിങ്ങളുടെ ഏത് സ്പിരിറ്റ് ഉണ്ടെങ്കിലാണ് യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷം കേൾക്കുമ്പോൾ തളർന്നു പോകുന്നത്, കൈയടിക്കാൻ പോലും പറ്റാതാകുന്നത്. സോ അന്യാഗ്നിയാണ്, അന്യാഗ്നി കത്തിക്കപ്പെടുന്നു. ക്രിസ്തുവിനെക്കുറിച്ച് പറയുമ്പോൾ ഏതൊരു വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ട ആളും പറയുന്നത് ദൈവമേ സ്തോത്രം എന്നല്ലേ പറയുള്ളൂ. പക്ഷേ ഇവർ പറയുന്നത് അക്ഷരങ്ങളാണെന്ന് പറയും. യേശുക്രിസ്തുവിൻ്റെ വചനം, യേശുക്രിസ്തുവാകുന്ന വചനം എങ്ങനെയാണ് അക്ഷരമാകുന്നത്? അപ്പോൾ ഇത് വലിയൊരു വഞ്ചനയ്ക്കകത്ത് ഈ ലോകം അകപ്പെട്ടിരിക്കുന്നതുകൊണ്ട് നമുക്ക് ഇങ്ങനെയൊക്കെ പറഞ്ഞേ പറ്റൂ. അപ്പോൾ ആൾക്കാർ വിചാരിക്കുന്ന കൾട്ടാണ്, ഞാൻ ആൾക്കാരെ പിടിച്ചുകൊണ്ട് പോകാൻ വേണ്ടിയാണ്. ബട്ട് പറയാതിരിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ്. എൻ്റെ ഒരു സ്നേഹിതൻ, ഒരു ശുശ്രൂഷകൻ പറഞ്ഞതാണ്, അദ്ദേഹത്തിൻ്റെ ഒരു സ്നേഹിതനായ ശുശ്രൂഷകൻ വിളിച്ചു, മോൻ ചർച്ച വരുന്നില്ല. അദ്ദേഹം വർഷങ്ങളായിട്ടൊരു സഭയിൽ ശുശ്രൂഷിക്കുന്നതാണ്. വീട്ടിലിരിക്കുക, പുള്ളി ചർച്ച വരുന്നില്ല, ഒന്ന് വന്ന് മോനോടൊന്ന് സംസാരിക്കാവോ എന്ന് ചോദിച്ചു. അദ്ദേഹം ചെന്ന് മോനോട് സംസാരിച്ചു. മോനോട് സംസാരിച്ചപ്പോൾ മോൻ പറഞ്ഞത്, എൻ്റെ ഓർമ്മ വെച്ച കാലം മുതൽ എൻ്റെ ഫാദർ, എൻ്റെ ഡാഡി, എൻ്റെ അപ്പൻ പ്രസംഗിക്കുന്നത് ഉയർച്ച തന്നെ പ്രാപിക്കും, താഴ്ച പ്രാപിക്കത്തില്ല എന്നാണ്. ഞാൻ നോക്കിയിട്ട് ഇത്രയും വർഷമായിട്ട് ഒരു ഉയർച്ചയും പ്രാപിച്ചിട്ടില്ല, പറയുന്നതൊന്നും വ്യക്തിപരമായ ജീവിതത്തിൽ നടക്കുന്നില്ല. ഇതിങ്ങനെ നിരവധി പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നോക്കുമ്പോൾ മറ്റു പലരും ഇതൊന്നും പ്രാർത്ഥിക്കാത്ത, ഇതൊന്നും അന്വേഷിക്കാത്ത പലരുടെയും ജീവിതത്തിൽ ഇതെല്ലാം നടക്കുക. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല, ഞാൻ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്, ഞാൻ വിശ്വാസത്തിൽ നിന്ന് തെറ്റിപ്പോയിട്ടില്ല, എനിക്ക് ക്രിസ്തുവിനെ മനസ്സിലായി. അതുകൊണ്ട് ഈ ക്രിസ്തു ഇല്ലാത്തൊരു സ്ഥലത്തേക്ക് ഞാൻ പോകുന്നില്ല, ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുക. പോയ എൻ്റെ സുഹൃത്ത് അവന് കൈ കൊടുത്തിട്ട് മടങ്ങി പോരേണ്ടതായിട്ട് സാഹചര്യം ഉണ്ടായി. ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത്, ഈ യേശു ക്രിസ്തുവിനെ വെച്ച്, അല്ലെങ്കിൽ ദാവീദിനെ വെച്ച്, ഗോലിയാത്തിനെ വെച്ച് ഈ ലോകം പ്രസംഗിക്കുമ്പോൾ അടുത്ത തലമുര വിശ്വാസത്തിൽ നിലനിൽക്കുമോ, ഈ സഭയിൽ ഉണ്ടാകുമോ എന്നുള്ളൊരു ആശങ്ക എന്നെ സംബന്ധിച്ച് ഉണ്ടാകുന്നുണ്ട്. ഇതിനെ എങ്ങനെ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും? അതായത് ദാവീദിൻ്റെ ഗോലിയാത്തിൻ്റെ കഥ എന്തിനാണ് പറയുന്നത്? ഗോലിയാത്തിനെ പോലെ വലിയ പ്രോബ്ലംസ് നിങ്ങളുടെ ജീവിതത്തിൽ വരുമ്പോൾ ദാവീദിനെ പോലെ 5 കല്ലെടുത്തിട്ടിട്ട് പൊട്ടിക്കുക, അതിന് തകർക്കുക. ഇത് ഒറ്റ മെസ്സേജ് മാത്രമാണ്. നമ്മൾ ഏത് കഥ എവിടെ പറഞ്ഞാലും തടസ്സങ്ങളെ അതിജീവിക്കുന്ന ഒറ്റ മെസ്സേജ് മാത്രം. ബൈബിളിൽ ഒരു മെസ്സേജ് മാത്രമാണോ ഉള്ളത്? ഇവരെല്ലാവരും ഒരൊറ്റ മെസ്സേജിൽ ഫോക്കസ് ചെയ്യുന്നു, ഒന്നും നടക്കുന്നുമില്ല. കാരണം ബൈബിൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഈ കോമൺ അനുഗ്രഹങ്ങൾ ദൈവം കൊടുക്കുന്നത് വിശ്വാസിയാണോ അല്ലയോ നോക്കിയിട്ടല്ല. അതിനകത്ത് ദൈവത്തിൻ്റെ എക്കണമിയുണ്ട്. ദൈവത്തിൻ്റെ എക്കണമി എന്താ ദൈവത്തിന് അറിയത്തുള്ളൂ. അപ്പോൾ ആർക്ക് കൊടുക്കണം ആർക്ക് വേണ്ടെന്നൊക്കെയുള്ള ദൈവത്തിൻ്റെ തീരുമാനമാണ്. അപ്പോൾ നമുക്ക് ദാരിദ്ര്യമാണെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാം, നമുക്ക് വേദനയും പ്രയാസമാണെങ്കിൽ നമുക്ക് കർത്താവിനോട് ചോദിക്കാം, രോഗം മാറാൻ പ്രാർത്ഥിക്കാം. പക്ഷെ ദൈവം അവരുടെ എല്ലാം മാറ്റുന്നുണ്ട്. കാരണം യേശുക്രിസ്തുവിൻ്റെ മധ്യസ്ഥത പോലും അല്ല നമ്മുടെ രോഗങ്ങൾ മാറ്റുന്നത്, അല്ലെങ്കിൽ സമ്പത്ത് മാറിപ്പോകുന്നത്. യേശുക്രിസ്തു ഇങ്ങനെയുള്ള ലോകകാര്യങ്ങളുടെ മധ്യസ്ഥനല്ല, രക്ഷയുടെ മധ്യസ്ഥനാണ്. നമുക്ക് ദൈവത്തിനും ഇടയിലുള്ള ഇടിവ് മാറ്റിയിട്ട് കർത്താവ് ആ സ്ഥാനത്ത് കയറി നിന്ന് നമുക്ക് രോഗം സൗഖ്യമാക്കാൻ വേണ്ടിയോ, രോഗം തീർച്ചയായിട്ടും സൗഖ്യമാവും, പക്ഷേ അതല്ല പ്രധാനപ്പെട്ട യേശുവിൻ്റെ മധ്യസ്ഥത കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ മധ്യസ്ഥത ഇല്ലാതെ തന്നെ പ്രാർത്ഥിച്ചാൽ രോഗം സൗഖ്യമാവും. കാരണം ദൈവത്തിന് അത് പറ്റുമായിരുന്നു. എലീശയുടെയൊക്കെ കാലത്ത് നമ്മൾ കണ്ടിട്ടുണ്ട്.
സമ്പത്ത് ഉണ്ടാക്കിയവർ യേശുക്രിസ്തുവിൻ്റെ മധ്യസ്ഥതയിൽ പ്രാർത്ഥിച്ചവരാണോ? അല്ല. ഇന്ന് ഏറ്റവും ആരോഗ്യത്തോടെ ഇന്ത്യയിൽ നടക്കുന്ന ആൾക്കാർ വിശ്വാസികൾ പോലുമല്ല. അപ്പോൾ ഇന്ന് കോമൺ അനുഗ്രഹങ്ങൾ മാത്രം വെച്ച് സഭകൾ നടക്കുകയാണ്. എന്നാൽ കർത്താവ് കാശ് തരത്തില്ലേ? തരും. രോഗസൗഖ്യം തരത്തില്ലേ? തീർച്ചയായിട്ടും തരും. തിരിച്ചു ചിന്തിക്കുമ്പോൾ ഇതെല്ലാം ചെയ്തു. പക്ഷേ ഒരു സഭ നടക്കുമ്പോൾ പൂർണ്ണമായിട്ടും കോമൺ ഗ്രേസ് മാത്രം, വേറൊന്നും അവിടെ പറയുന്നില്ല. ഈ കോമൺ ഗ്രേസിൻ്റെ കുഴപ്പം ഇതെല്ലാവരും തൃപ്തിപ്പെടുത്താൻ പറ്റിയതെന്നുള്ളതാണ്. ദൈവം എല്ലാവർക്കും ഒരുപോലെ കൊടുക്കുന്നില്ല. അപ്പോൾ പിള്ളേർക്ക് അടുത്ത ജനറേഷനിൽ വിശ്വാസമില്ല. കാരണം കോമൺ ഗ്രേസ് അങ്ങനത്തെ ഒരു സാധനമാണ്. പിന്നെ നമുക്കും വിശ്വാസം ഇല്ലെങ്കിൽ നമുക്ക് പേടിയാണ്. ഇനി ഇന്നെങ്ങാനും രക്ഷ വരാനിരിക്കുമായിരുന്നു, ഞാൻ പിറുപിറുത്തോണ്ട് പോയി കാണും എന്ന് ചിന്തിക്കും ആൾക്കാർ. കാരണം ഇതൊരു ഭയപ്പെടുത്താൻ ഏറ്റവും നല്ലൊരു ടൂളും കൂടെയാണിത്. ഈ പ്രോസ്പെരിറ്റി തിയോളജിയിൽ ഒരു സൈഡ് ഭയങ്കര സമ്പത്തിനെക്കുറിച്ച് പറയുമ്പോൾ മറു സൈഡിൽ അതിഭയങ്കരമായ ഭയത്തെക്കുറിച്ചും പറയുന്നുണ്ട്. നിങ്ങൾ ദശാംശം ഇട്ടില്ലെങ്കിൽ നിങ്ങളുടെ അവസ്ഥ എന്താകും? ചർച്ചിൽ എല്ലാ ആഴ്ച വന്നില്ലെങ്കിൽ നിങ്ങളെ ദൈവം ശിക്ഷിക്കും. അവിടെ ഭയമുണ്ട്, ഈ മോഹമുണ്ട്. ഇത് രണ്ടും ഇട്ടാണിത്. അപ്പോൾ ക്രിസ്ത്യാനിറ്റിയുമായിട്ട് ഇതിന് യാതൊരു ബന്ധവുമില്ല. കാരണം കർത്താവ് എടുത്തു പറഞ്ഞൊരു കാര്യമുണ്ട്, എന്ത് തിന്നും എന്ത് കുടിക്കുമെന്ന് വിചാരപ്പെടരുത്. അതുകൊണ്ട് കർത്താവ് വരുമ്പോൾ ഉപജീവന ചിന്തകളിൽ കുരുങ്ങിയിട്ട് വിശ്വാസം നഷ്ടപ്പെടുമോ എന്ന് കർത്താവ് ചോദിക്കുന്നുണ്ട്. അപ്പം ദൈവത്തിൻ്റെ മക്കളായിട്ട് ജനിച്ചവർക്ക് ഒരു കാരണവശാൽ ആങ്സൈറ്റി, നാളെ എന്ത് കഴിക്കുക, അതിനുവേണ്ടി പിടിച്ചു വെച്ച് പ്രാർത്ഥനയുടെ ഒന്നും ആവശ്യമില്ല. ദൈവം തീർച്ചയായിട്ടും അവന് എന്താണോ നീതി യുക്തമെന്ന് തോന്നുന്നത് നിങ്ങൾക്ക് കിട്ടാതിരിക്കുകയില്ല. പക്ഷേ ഏതെങ്കിലും കാര്യത്തിൽ നമുക്ക് വേദനയുണ്ട്, പോരാൻ തോന്നുവാണെങ്കിൽ ദൈവത്തോട് ചോദിക്കാം. അവൻ അപ്പോഴും നമുക്ക് തരാൻ വിശ്വസ്തനായ ദൈവമാണെന്ന്. അപ്പോൾ വിശ്വാസം എന്ന് പറയുന്നത് തെറ്റായി സ്പെഷ്യൽ ഗ്രേസിലേക്ക് പോകുന്നതിന് പകരം കോമൺ ഗ്രേസിലേക്ക് ഈ വിശ്വാസത്തെ തിരിച്ചുവിട്ടതോടുകൂടി സഭയിൽ മുഴുവൻ അവിശ്വാസ തകർച്ച ഉണ്ടായിട്ടുണ്ട്. പ്രത്യേക കൃപയെക്കുറിച്ച് ആലോചിച്ച് നോക്കി. വിശ്വാസത്താൽ ക്രിസ്തുവിൻ്റെ മനോഹരത്വത്തിലേക്ക് പോകുന്നു. അത് ബ്യൂട്ടിഫുൾ. വിശ്വാസത്താൽ ഞാൻ എൻ്റെ ഉള്ളിൽ തന്നെയുള്ള സഹജ സ്വഭാവങ്ങളെ തോപ്പിക്കും. ഞാനല്ല, ക്രിസ്തു അത്ര ജീവിക്കുന്നത്. അത് മനോഹരമാണ്. അപ്പോൾ സ്പെഷ്യൽ ഗ്രേസും ഫെയ്ത്തുമായിട്ട് കണക്റ്റ് ആകുന്നതിന് പകരം ഇവിടെ കോമൺ ഗ്രേസും ഫെയ്ത്തുമായിട്ടാണ് കണക്റ്റ് ആയിരിക്കുന്നത്. നല്ല വിദ്യാഭ്യാസം, നല്ല പണം, ഇങ്ങനെയുള്ള സാധനങ്ങളുമായിട്ടാണ് വിശ്വാസത്തെ കണക്ട് ചെയ്തിരിക്കുന്നത്. പക്ഷേ അതിൻ്റെ കുഴപ്പം ഇതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ അൺപ്രഡിക്റ്റബിൾ ആണ്. ചിലപ്പോൾ എനിക്ക് കിട്ടും, ചിലപ്പോൾ എനിക്ക് കിട്ടില്ല. ചിലപ്പോൾ ഒരു പ്രാർത്ഥനയും പ്രാർത്ഥിക്കാതെ ആൾക്കാർ കിട്ടും. ഇങ്ങനെ ഇത് അൺപ്രഡിക്റ്റബിൾ ആണ്. അപ്പോൾ വിശ്വാസം ഫലം ചെയ്യുന്നില്ല. അതേസമയത്ത് സ്പെഷ്യൽ ഗ്രേസിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? വിശ്വാസം എപ്പോഴും, നമ്മുടെ വിശ്വാസം പ്രത്യേക കൃപയുമായിട്ട് കണക്ട് ചെയ്ത് നോക്കുമ്പോൾ അതൊരിക്കലും നടക്കാതിരിക്കുന്നില്ല. പിന്നെ ഒരു പ്രതിസന്ധി ഉണ്ട്. ഇപ്പം ഞാനല്ല, ക്രിസ്തു അത്ര വിശ്വസിച്ച് നോക്കി, തീർച്ചയായിട്ടും അവിടെ ഒരു റിസൾട്ട് അപ്പം തന്നെയുണ്ട്. അപ്പോൾ നമുക്ക് കർത്താവ് വന്നിരിക്കുന്ന വിശ്വാസം എപ്പോഴും വർക്ക് ചെയ്യുന്നത് സ്പെഷ്യൽ ഗ്രേസുമായിട്ടാണ്. എന്നാൽ കോമൺ ഗ്രേസിൽ, അതായത് ആഹാരം, തീറ്റ, കുടി, ഉപജീവനത്തിൽ വർക്ക് ചെയ്യുമെന്ന് ചോദിച്ചാൽ വർക്ക് ചെയ്യും. പക്ഷേ ഇറാറ്റിക്കാണെന്ന് പറഞ്ഞാൽ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇവർ അതാണ് പ്രെഡിക്റ്റ് ചെയ്യുന്നത്. ഈ സെപ്റ്റംബറിൽ വിടുതൽ എന്ന് പറയുമ്പോൾ അവരത് അങ്ങനെ നടക്കണമെന്നില്ല. അപ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തിയും ദൈവത്തിൻ്റെ പദ്ധതി അറിയാൻ വേണ്ടി ചില ആൾക്കാർക്ക് ഇത്തിരി കഷ്ടങ്ങളിലൂടെ പോകേണ്ട ആവശ്യമായിരിക്കും. ദൈവം വെച്ചിരിക്കുന്നതായിരിക്കും അവരെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി, അല്ലെങ്കിൽ അവരെ വിശദീകരിക്കാൻ വേണ്ടി. പണ്ട് കാലത്തൊക്കെ ആൾക്കാർ അങ്ങനെ തന്നെ വിശ്വസിച്ചുകൊണ്ടിരുന്നത്. അതായത് നമ്മൾ കർത്താവ് ഓരോരോ ശിക്ഷകൾ തരുന്ന, അല്ലെങ്കിൽ ഓരോ വേദനകളുടെ കടത്തിവിടുന്നതെല്ലാം നമ്മുടെ വിശദീകരണത്തിനും കർത്താവിൻ്റെ അടുത്തേക്ക് നമ്മളെ കൊണ്ടു ചെല്ലാനുമാണ്, നമ്മളെ ബലഹീനരാക്കാൻ വേണ്ടിയാണ്. കാരണം കർത്താവിൻ്റെ കൃപ, നമ്മൾ ഇന്നലെ കണ്ട പോലെ കർത്താവിൻ്റെ കൃപ അനുഭവിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അതിനെതിരെല്ലാം പ്രാർത്ഥിച്ചുകൊണ്ട് വരുന്ന നടക്കുകയാണ്. അപ്പോൾ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ മെച്യൂരിറ്റിയിലോട്ട് ഒരിക്കലും പോകാതെ പാല് കുടിക്കുന്ന ഒരു ജനറേഷനെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് ക്രിസ്ത്യാനിറ്റി അല്ല, ഇത് എല്ലാ മതങ്ങളിലുള്ള കോമൺ ഫാക്ടറാണ്. വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കുക, തടസ്സങ്ങൾ നീക്കാൻ പ്രാർത്ഥിക്കുക, വിഘ്നങ്ങൾ മാറ്റുക. ആ ഭാഷ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ഭാഷയല്ല, ആശയം ഒന്ന് തന്നെയാണ്. അപ്പം ഈ ലോകത്തിൻ്റെ ഈ ആഗ്രഹങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരാൾ എങ്ങനെ യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിന് വേണ്ടിയിട്ട് ആഗ്രഹിക്കാൻ പറ്റും? അവന് ഈ ലോകം മാത്രമാണല്ലോ, പ്രത്യാശ എടുത്തു പോയല്ലോ. അവരതിനെക്കുറിച്ച് കാര്യമായിട്ട് പ്രസംഗിക്കാറുമില്ല. എന്തുകൊണ്ടാണ് ഇപ്പം പ്രത്യാശയെക്കുറിച്ചോ സ്വർഗത്തിൽ പോകുന്നതിനെക്കുറിച്ച് ആരും പ്രസംഗിക്കാത്തത്? വിശ്വാസമില്ലാത്തവർ. പ്രത്യാശയില്ല, പോകുന്ന അതായത് ഇവിടുത്തെ കാര്യങ്ങളിൽ ഉറപ്പാണെങ്കിലും ആ കാര്യം ഉറപ്പ് പോയി. അപ്പോൾ രണ്ട് കോമൺ ഗ്രേസിലേക്ക് നമ്മൾ ഊന്നിക്കഴിഞ്ഞാൽ സ്പെഷ്യൽ ഗ്രേസിനെ കുറിച്ച് ചിന്തിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, എന്ത് തിന്നും എന്ത് കുടിക്കുമെന്ന് നിങ്ങൾ വിചാരപ്പെട്ടാൽ നിങ്ങൾ മാമോൻ്റെ സേവകരായിട്ട് മാറും. എന്നാൽ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ദൈവത്തിൻ്റെ രാജ്യവും അവൻ്റെ നീതി അന്വേഷിക്കുക. അപ്പോൾ ബാക്കി കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം. അപ്പോൾ അത് നിങ്ങൾ നോക്കണ്ട, നിങ്ങൾ നോക്കിയാൽ ശരിയാവില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് ഞാൻ നോക്കിക്കോളാം, നിങ്ങൾ ദൈവരാജ്യം അതിൻ്റെ നീതി അന്വേഷിച്ചു. അപ്പം സ്പെഷ്യൽ ഗ്രേസിൻ്റെ കാര്യം നിങ്ങൾ നോക്കിക്കോ എന്ന് പറഞ്ഞാൽ ഞാനത് ധാരാളമായി കൊടുത്തിട്ടുണ്ട്. വിശ്വാസത്തിൽ നീ അത് പ്രാപിച്ചോ, അന്വേഷിച്ചോ, കണ്ടെത്തിക്കോ. പക്ഷെ കോമൺ ഗ്രേസിൻ്റെ കാര്യത്തിലേക്ക് നീ അത് ഇടപെടണ്ട.
കാരണം നിൻ്റെ ഫോക്കസ് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ദൈവരാജ്യത്തിൻ്റെ ശക്തി അനുഭവിക്കില്ല. അതുകൊണ്ട് നിനക്ക് എന്താണ് വേണ്ടതെന്നുള്ള കാര്യം ഞാൻ തന്നേക്കാം. ഈ പുതിയ നിയമ സഭയിൽ എന്താണ് ശുശ്രൂഷിക്കേണ്ടത്, എങ്ങനെ ശുശ്രൂഷിക്കണമെന്നുള്ള മാതൃക ബൈബിൾ തന്നെയാണല്ലോ. ഇപ്പോൾ ഈ അപ്പോസ്തലന്മാർ ശുശ്രൂഷിക്കാത്ത, പ്രസംഗിക്കാത്ത, പഠിപ്പിക്കാത്ത, യേശുവും അപ്പോസ്തലന്മാർ പഠിപ്പിക്കാത്ത ഇത്തരം ഈ ലോകം എങ്ങനെയാണ് ഈ കാലഘട്ടങ്ങളിൽ ഈ ശുശ്രൂഷകന്മാർ ഏത് മാതൃക പിന്തുടർന്നാണ് ഇത്തരം വചനങ്ങൾ ഈ സഭയിൽ ശുശ്രൂഷിക്കുന്നത്? പിശാച് തന്നെയല്ലേ ഇവരുടെ കണ്ണ് കുരുടാക്കിയേക്കുന്നത്? തീർച്ചയായിട്ടും. കാരണം കർത്താവ് പത്രോസിനെ പിശാചെന്ന് വിളിക്കുന്ന ഭയപ്പെടുത്തുന്ന ഒരു സീനിലേക്കാണ് ഇത് പോകുന്നത്. ഈ കോമൺ ഗ്രേസിലേക്ക് ശ്രദ്ധിക്കരുതെന്ന് പറയാനുള്ള കാരണം മാമോനാണ്. അവിടെ മത്തായിയുടെ സുവിശേഷത്തിൽ വളരെ വ്യക്തമായിട്ട് 6 അധ്യായത്തിലുണ്ട്, 2 യജമാനന്മാരെ സേവിക്കാൻ ആർക്കും കഴിയില്ല, അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ വിചാരപ്പെടരുത്. അപ്പോൾ വിചാരപ്പെടുമ്പം സേവിക്കുന്ന ദൈവത്തെ അല്ല. ദൈവരാജ്യം അന്വേഷിക്കുമ്പോൾ നമ്മൾ ദൈവത്തെ സേവിക്കുന്നു. എന്നാൽ ഉപജീവന ചിന്തകളെക്കുറിച്ച് വിചാരപ്പെടുമ്പോൾ നമ്മൾ ദൈവത്തെ സേവിക്കുന്നില്ല. നമ്മൾ മാമോനെയാണ് വിളിക്കുന്നത്. മാമോനെ വിളിച്ചു വരുത്തുകയാണ്. അപ്പോൾ അത് സാത്താന്യമാണ്. അതുകൊണ്ടാണ് സാത്താൻ്റെ ഏറ്റവും വലിയ തന്ത്രങ്ങളിലൊന്നാണ് ഈ മാമോന് വേണ്ടിയുള്ള അപേക്ഷകൾ. ഈ അപേക്ഷകളാണ് ഇന്ന് സഭകളെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ ദൈവം അതുകൊണ്ടാണ് പത്രോസിനെ സാത്താനെന്ന് വിളിക്കുന്നത്. അപ്പം തികച്ചും ഈ വിഷയങ്ങളുടെ നടുവിൽ ഇറങ്ങി വരുന്ന ദൈവം എന്നുള്ള കണ്ടിന്യൂസ് പ്രസംഗമുണ്ടല്ലോ, അത് ഒരു പ്രാവശ്യം എല്ലാം പറഞ്ഞാൽ ഓക്കെ നമുക്ക് മനസ്സിലാക്കാം, ഫോക്കസ് അവിടെ അല്ല എന്ന് ഞാൻ. പക്ഷേ ഫോക്കസ് തന്നെ ഒരു സഭയിൽ അവിടെ ആണെങ്കിൽ ദാറ്റ് ഈസ് സൈറ്റാനിക്. അത് സംശയമില്ലാത്ത കാര്യമാണ്. നമ്മൾ സാത്താൻ വർഷിപ്പേഴ്സിനെ കുറിച്ചൊക്കെ പലപ്പോഴും ആൾക്കാർ പറയാറുണ്ട്, എറണാകുളത്തുണ്ട്, ബാംഗ്ലൂരുണ്ട്, ഇതൊന്നും ഉണ്ടോ ഇല്ലോ എന്ന് എനിക്കറിയില്ല. പക്ഷേ അത് ഉണ്ടെങ്കിൽ ഞാൻ പോകില്ല. കാരണം എനിക്കറിയാം സാത്താന. കാരണം 500 രൂപയുടെ നോട്ട്, കള്ളനോട്ട് കണ്ടാൽ ചിലപ്പോൾ നമ്മൾ പറ്റിക്കപ്പെടും. എന്നൊരു 300 രൂപയുടെ കള്ളനോട്ടായിട്ട് ഒരാൾ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ പറ്റിക്കപ്പെടില്ല. കാരണം അങ്ങനെ ഒരു സാധനം ഇല്ല. അപ്പോൾ ഡെവിലായിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ പറ്റിക്കപ്പെടില്ല. അപ്പോൾ ഡെവിൾ ക്രിസ്തുവിൻ്റെ നാമം പറഞ്ഞ് വരുമ്പോൾ നമ്മൾ പറ്റിക്കപ്പെടില്ല. അപ്പോൾ സഭയ്ക്കകത്തേക്ക് ഡെവിൾ കിടക്കുന്ന, ലോകം കിടക്കുന്ന ഒരു വഴിയാണ് ഈ പറഞ്ഞ പ്രോസ്പെരിറ്റി തിയോളജി, അല്ലെങ്കിൽ വിഷയങ്ങളുടെ വിടുതൽ. അത് സാത്താന്യമായൊരു തിയോളജി, ക്രിസ്തുവിനെതിരായുള്ളൊരു തിയോളജി നമ്മുടെ സഭകളിൽ പടരുന്നതിൻ്റെ ഒരു നിദർശനമാണത്. അപ്പോൾ അത് വളരെ സീരിയസ് ആയിട്ട് നമ്മൾ അതിനെ കണ്ടം ചെയ്ത് തന്നെ വേണം. അത് പെന്തക്കോസ്തിനകത്ത് വളർന്നു വന്നിരിക്കുന്ന ഒരു കൾട്ടാണ്. അപ്പോൾ ആ കൾട്ടിനെ നമ്മൾ നേരിടുക തന്നെ വേണമെന്നുള്ളതാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. പ്രിയ സഹോദരങ്ങൾ, ഇന്നത്തെ സംഭാഷണത്തിൽ നിന്ന് ഒരുപക്ഷെ നിങ്ങൾ ചിന്തിച്ചു കാണുമായിരിക്കും എന്ത് ചെയ്യണം. അതിന് ഉത്തരം ഒന്നേ ഉള്ളൂ, അപ്പോസ്തലരെയും ഉപദേശം ശ്രദ്ധിക്കുക, അപ്പോസ്തലന്മാർ പഠിപ്പിക്കുന്ന മനസ്സിലാക്കുക. അതിന് നിങ്ങൾ പ്രത്യേകിച്ച് ഒരു സഭയെക്കുറിച്ചല്ല പറയുന്നത്, നിങ്ങളുടെ കയ്യിരിക്കുന്ന ബൈബിളിനെ കുറിച്ചാണ് പറയുന്നത്. എന്താണ് അപ്പോസ്തലന്മാർ പഠിപ്പിച്ചത്? അതാണ് നമ്മളെ വിടുവിക്കാൻ പോകുന്നത്. ആ ഉപദേശമാണ് നമ്മളെ വിടുവിക്കുന്നത്. അപ്പോസ്തലിക ഉപദേശം നമ്മളെ ക്രിസ്തുവിനെ പോലെ രൂപാന്തരപ്പെടുത്തുന്ന സ്വർഗത്തിൻ്റെ ഉപദേശമാണ്, നിത്യതയുടെ ഉപദേശമാണ്, പ്രത്യാശ വർദ്ധിപ്പിക്കുന്ന ഉപദേശമാണ്. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, നമ്മൾ വഞ്ചിക്കപ്പെടാതെ കർത്താവിലേക്ക് ശ്രദ്ധിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, അങ്ങയുടെ കരങ്ങളിൽ ഞങ്ങളെ സമർപ്പിക്കുന്നു. അനേകർ വഞ്ചിതരാകുന്ന ഈ അന്ത്യകാലത്ത്, ക്രിസ്തുവിൻ്റെ പേര് പറഞ്ഞ് ആളുകൾ വഞ്ചിക്കപ്പെടുന്ന കാലത്ത്, കർത്താവെ, ഞങ്ങൾക്ക് അങ്ങയുടെ പത്യോപദേശത്താൽ ക്രിസ്തു എന്ന അടിസ്ഥാനം ഇടുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ സഭകളിലെല്ലാം ക്രിസ്തു എന്ന അടിസ്ഥാനം ഉണ്ടാകുവാൻ ഞങ്ങൾ ഞങ്ങൾ മനുഷ്യരെ ഭയപ്പെടാതെ അങ്ങയെ മഹത്വപ്പെടുത്തുന്നവരാകുവാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ.